ഷാജൻ പുഷ്പം ദമ്പതികളുടെ ജീവിതത്തിലെ ഒത്തുചേരലുകളിലൂടെ ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരധ്യായം തുടങ്ങുകയാണ്. ജീവിത പ്രതിസന്ധികളെ വിശ്വാസം ആയുധമാക്കി നേരിടുന്നതിൻ്റെ മാതൃകാ പാഠങ്ങൾ. എല്ലാ തടസ്സങ്ങളും നേരിട്ട വേദനകളും ജീവിതയാത്രയിലെ നന്മകളായി പരിവർത്തനം ചെയ്യുന്ന സർവശക്തൻ്റെ വിശാലമായ പദ്ധതികളുടെ പൂർത്തീകരണം. അങ്ങനെ ദൈവാനുഗ്രഹത്തിൻ്റെ ഏടുകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ദമ്പതികളുടെ ജീവിത പുസ്തകം. എൻ്റെ വിവാഹത്തിന് ശേഷം 7-ാം മാസമാണ് ഞാൻ പ്രഗ്നൻ്റായ കാര്യം അറിഞ്ഞത്. ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം ഒരു സ്കാനിങ്ങിലൂടെ ഞങ്ങൾക്കറിയാൻ സാധിച്ചു ഇരട്ട കുട്ടികളും അതോടൊപ്പം തന്നെ വയറിനകത്ത് 13 ഫൈബ്രോയിഡിൻ്റെ മുഴകളുണ്ടെന്ന്. ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു ഈ ഇരട്ട കുട്ടികൾ വളരണമെങ്കിൽ ഈ 13 മുഴയും ലാപ്രോസ്കോപ്പി ചെയ്ത് കരിയിക്കണമെന്ന്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കാകെ അസ്വസ്ഥതയായി. ഒന്നാമത് ഒരു കാല് മാത്രം ആക്റ്റീവായിട്ടുള്ളൂ. ഒരു കുഞ്ഞിനെ പോലും എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന എനിക്ക്, അതേസമയം 2 കുട്ടികൾ എന്നുള്ള കാര്യവും അതേസമയം തന്നെ ഈ മുഴകളുള്ള കാര്യവും. അന്ന് രാത്രി ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, നിൻ്റെ മോൾക്ക് വളരെയധികം ടെൻഷനുണ്ട്, എന്താണ് ചെയ്യുക എന്ന്. അന്നേരം ഈശോ ദർശനത്തിൽ ഒരു കാര്യം കാണിച്ചു തന്നു. ഈശോ കാണിച്ചത് ഇപ്രകാരമാണ്: ഒരു കനം കുറഞ്ഞൊരു പ്ലാവിൽ വലിയൊരു ചക്ക. അന്നേരം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, നിൻ്റെ മോൾക്കൊന്നും മനസ്സിലായില്ല എന്ന്. ഈശോ പറഞ്ഞൊരു കാര്യമാണ്, മോളെ, നിൻ്റെ ഉദരത്തിൽ വെച്ചത് ഞാനാണ് നിനക്ക് ഈ ശിശുക്കളെ വെച്ച് തന്നത്. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ നിന്നേക്കാളും അധികമായിട്ട് എനിക്ക് ബാധ്യതയുണ്ട്. നീ അതിനെക്കുറിച്ച് ആകുലയാകണ്ടെന്ന്. അന്നേരം ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എന്നുവെച്ചാൽ ഈ മുഴ മാറ്റിത്തരാൻ നീ ബാധ്യസ്ഥനാണ്. പിറ്റേ ദിവസം ജീസസ് യൂത്തിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അമ്പലൂർ ആനിമേഷൻ സെൻറ്ററിൽ നടക്കുകയായിരുന്നു. ലീഡേഴ്സ് ദിവ്യകാരുണ്യ സന്നിധിയിൽ ശക്തമായി കരമുയർത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ, ചേച്ചിയുടെ ഉദരത്തിൽ 13ഓളം മുഴകളുണ്ട്. ഈ മുഴകൾ മാറ്റുവാനായിട്ട് ദിവ്യകാരുണ്യ ഈശോയോട് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവരോട് ചേർന്ന് ജീവനുള്ള ദൈവത്തെ സ്തുതിച്ച് ആരാധന നടത്തി. അങ്ങനെ ആരാധനയുടെ സമയത്ത് ഞങ്ങളെല്ലാം ഉച്ചത്തിൽ ഈശോനെ സ്തുതിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശക്തമായ ഒരു അനുഭവം എൻ്റെ ഉദരത്തിലേക്ക് വ്യാപിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എനിക്ക് അന്നേരം തന്നെ എനിക്ക് വലിയൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഈശോ എന്നെ തൊട്ടു എന്ന്. പിറ്റേ ദിവസം ഞങ്ങൾ സ്കാനിങ്ങിലൂടെ കാണാൻ സാധിച്ചു, ഈശോൻ്റെ ആ 13 മുഴകളെ നീക്കം ചെയ്തു. ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര അത്ഭുതമായി, ഇതെങ്ങനെയാണ് സംഭവിച്ചത്. ശരിക്കും ഈശോനെ മഹത്വപ്പെടുത്താനുള്ള നല്ലൊരു വേദിയായിട്ട് ഞാൻ ഡോക്ടേഴ്സിനോട് പറഞ്ഞു. അന്നേരം ഈ ഇരട്ട കുട്ടികളെ ഉദരത്തിലായിരിക്കുന്ന കാലഘട്ടം, എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഏറ്റവും സന്തോഷകരവും അതുപോലെ ദൈവത്തിനോട് ചേർന്നിരിക്കുന്നതായിരുന്നു. എൻ്റെ ഓരോ പ്രഗ്നൻസി കാലഘട്ടവും ഞാൻ ബൈബിൾ വായിച്ചു. അതുപോലെ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളും അതുപോലെ അനാവശ്യമായ ഒരു ചാനലുകളോ കാണാതെ ആത്മീയ ചാനലുകൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഗ്നൻസി കാലഘട്ടം ആയിരുന്നു. അതുപോലെ നല്ല നല്ല ഈശോയുടെ ഗാനങ്ങൾ കേൾക്കുകയും വചന ശുശ്രൂഷയും കുഞ്ഞിന് ആത്മീയമായ പോഷണം ഉദരത്തിൽ വെച്ച് തന്നെ നന്നായി കൊടുക്കുവാനായിട്ട് സാധിച്ചു. കുഞ്ഞുണ്ണി ഉദരത്തിലായിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുമ്പോഴും ആ ഒരു ഈശോയെ പറ്റിയുള്ള സ്നേഹം കൊണ്ട് നിറയാനായിട്ട് സാധിച്ചു. അങ്ങനെ എല്ലാ ആളുകളുടെ പോലെ, സാധാരണ ആളുകളുടെ പോലെ എനിക്ക് 9 മാസക്കാലം ഈ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വഹിക്കാൻ സാധിച്ചു. ഇത് തന്നെ ഏറ്റവും വലിയൊരു സാക്ഷ്യമാണ്. എനിക്ക് അവസാന കാലഘട്ടത്തിൽ കുഞ്ഞ് താഴെ വരുന്നൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ എന്നെ കൊണ്ടു നടക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞങ്ങളുടെ ഓരോ പ്രഗ്നൻസിയിലും ഞങ്ങൾക്ക് 2 പേർക്കും വളരെ ആകുലതയാണ്, ഞങ്ങളെപ്പോലെ വൈകല്യമുള്ള ശിശുക്കളാകുമോ എന്ന്. ഈ ആകുലത എല്ലാം ഈശോയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് ഉദരത്തിൽ കൈവച്ച് എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാവരും സന്തോഷത്തിലാഴ്ത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഒരു വൈകല്യമില്ലാത്ത മക്കളെ, 2 കുട്ടികളെ, ആദ്യത്തെ ഞങ്ങൾക്ക് 2 പെൺകുട്ടികളെ തന്നു. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ആത്മീയമായ അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു. ഈ
ഈ കുഞ്ഞുങ്ങളുടെ ഓരോ രൂപീകരണത്തിലും പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ വളരെയധികം ആത്മീയമായിട്ട് കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാനയിലും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ തെല്ലും പോലും കോട്ടം ദൈവം വരുത്തിയില്ല. അതന്നെ ഏറ്റവും വലിയൊരു കാര്യമായി. അങ്ങനെ മൂന്നാമത് കുഞ്ഞിൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഞങ്ങളുടെ 2 പേരുടെയും പാരൻസിൻ്റെ ഇടയിൽ ഒരു ഇതുണ്ടായി, നിങ്ങൾ 3 കുട്ടികളെ മതി, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇതോടൊപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. അന്നേരം ഞാനൊരു ജീവിത പങ്കാളിയോട് പറഞ്ഞു, നമുക്ക് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കേണ്ട, ദൈവം നമ്മളെ പരിപാലിക്കും, ദൈവം നമ്മളെ സ്നേഹിക്കുമെന്ന്. അങ്ങനെ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പ്രഗ്നൻസിക്കായിട്ട് ഞങ്ങൾ കൊടകര ശാന്തി ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റ് ആവാൻ പോയി. അവിടെ റൂം എടുത്തിട്ടാണ് ഞങ്ങൾ പ്രഗ്നൻസി കാലഘട്ടം ചിലവഴിച്ചത്. അന്നേരം എൻ്റെ ഓപ്പറേഷൻ്റെ തലേദിവസം ഡോക്ടേഴ്സ് എൻ്റെ മാതാപിതാക്കളെ വിളിച്ച് പറഞ്ഞു, ഈ പ്രഗ്നൻസിയോടുകൂടി ഡെലിവറി സ്റ്റോപ്പ് ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുക. അന്നേരം അമ്മ പറഞ്ഞു, മോളുടെ കാലിന് സുഖമില്ല, നിനക്ക് ദൈവം 3 മക്കളെ ദൈവം തന്നിട്ടുണ്ട്, അതിൽ നീ സന്തോഷിക്കുക, ദൈവത്തിലേക്ക് അടുപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്താം. ആ സമയം എനിക്ക് ആരോടും പറയാനില്ലായിരുന്നു. അതുപോലെ ജീവിത പങ്കാളിയുടെ വീട്ടുകാർ ജീവിത പങ്കാളിനെ വളരെയധികം സ്വാധീനിച്ചിട്ട് പറഞ്ഞു, പ്രസവം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചു. നേരെ ഞാൻ ആ ഒരു സംഘർഷാവസ്ഥയിൽ ഞാൻ മുറിക്കകത്ത് ഈശോയോട് ചോദിച്ചു, ഈശോയെ നീ ഇപ്പോൾ എന്താണ് ഞങ്ങളോട് പറയുന്നത്? ആ സമയം ജീവനുള്ള ഈശോ ആ മുറിയിലേക്ക് കടന്നു വരികയും എന്നോട് പറയാ, മോളെ വിശ്വസിക്കാൻ പറ്റിയെങ്കിൽ വിശ്വസിച്ചോ, ഞാൻ നിനക്ക് അടുത്തതൊരു ആൺകുഞ്ഞിനെ നൽകുന്നു. എനിക്ക് വേറൊന്നും പറയാനില്ല, എനിക്ക് വേറൊന്നും സംശയിക്കാനില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ വിളിച്ച് ഞാൻ ഇപ്രകാരം പറഞ്ഞു, നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്, നമ്മൾ ഉറച്ചു നിന്നാൽ ദൈവം നമ്മുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്. ജീവിത പങ്കാളി ദൈവം പറഞ്ഞ വാക്കിൽ വളരെയധികം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളിപ്പോൾ തൽക്കാലം ഈ പ്രസവം സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന്. ദൈവ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. ദൈവം നല്ലൊരു മകനെ ഞങ്ങൾക്ക് നൽകി. അവന് ജോസഫ് എന്ന് പേരിട്ടു. അമ്മ ഇന്ന് 2 അക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകിർത്തു നൽകി ദൈവമലിവോടെ. അമ്മ ഇന്ന് 2 അക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്ക് പകിർത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിൻ്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ച് അമ്മയുടെ സ്നേഹം. പള്ളിക്കുന്ന് ഇടവകയിലെ 2 താരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷാജൻ ചേട്ടനും പുഷ്പം ടീച്ചറും. ഇവർ 2 പേരെ നോക്കുമ്പോൾ അവർ നടക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും, അവർക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം ഇവർ ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യുന്നവരാണ് 2 പേരും. ഇവർക്ക് 4 മക്കളുണ്ട്. ഷാജൻ ചേട്ടൻ ചെയ്യുന്നത് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പുഷ്പം ടീച്ചറാണ്, അധ്യാപികയാണ്. എനിക്കിവരെ കുറിച്ച് പറയാനുള്ളത്, ഇവർ മക്കളെ വളർത്തുന്ന രീതി. 4 കുട്ടികളുണ്ട്. 4 കുട്ടികളെയും നല്ല വിശ്വാസത്തിൽ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുപ്പിക്കും. പിന്നെ ടീച്ചറെ കുറിച്ച് പറയാനുള്ളത്, ഞാൻ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളിലും കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പോകാറുണ്ട്. ഈ ടീച്ചറുടെ ക്ലാസ്സിൽ പോകുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. കാരണം ചെറിയ നഴ്സറി ക്ലാസ്സിലാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ തന്നെ എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതി പറയും. അതുമാത്രമല്ല, ടീച്ചർ പഠിപ്പിച്ച വചനങ്ങൾ വെറുതെ പറയല്ല, അത് ആക്ഷനോടുകൂടി അവർ അവതരിപ്പിക്കും. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല പരിശീലനം കൊടുക്കുന്ന ഒരു ടീച്ചറാണ് പുഷ്പൻ ടീച്ചർ. ഷാജൻ ചേട്ടൻ വളരെ ശാന്തമായി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന ആളാണ്. ഇങ്ങനെ 2 വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ ഇടവകയിൽ ശരിക്കും താരങ്ങൾ തന്നെയാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ സ്കൂളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ജപമാല ചൊല്ലുന്ന ഒരു പതിവുണ്ട്. അവിടെ ഒരു സിസ്റ്റർ, ഞങ്ങളുടെ ഒരു സിസ്റ്റർ തന്നെ അവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്.
സിസ്റ്റർ പറയാറുണ്ട്, ദേവാലയത്തിൽ വരുന്നത് പോലെ തന്നെ സ്കൂളിൽ ആ ജപമാലയിൽ ഈ കുഞ്ഞുങ്ങൾ എന്നും പങ്കെടുക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് ഒരു കാര്യമുള്ളത്, ഞായറാഴ്ചകളിൽ ഈ കുട്ടികൾ 2 പേര് സ്പോർട്സ് രംഗത്ത് വളരെ മികവുള്ളവരാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ അവർക്ക് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ, ഈ കഴിഞ്ഞ പ്രാവശ്യം റവന്യൂ തലത്തിൽ മത്സരം നടന്നപ്പോൾ ഞായറാഴ്ചയായിരുന്നു അവർക്ക് മത്സരം ഉണ്ടായിരുന്നത്. എന്നാൽ ആ കുട്ടികൾ പറഞ്ഞ് ഞായറാഴ്ച ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല, വിശുദ്ധ കുർബാനയിലും വേദപാഠത്തിലും പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ ഈ മത്സരത്തിന് പോകുന്നില്ല എന്ന് കുട്ടികൾ അധ്യാപകരോട് പറഞ്ഞൊരു സംഭവം ഈ അടുത്തിടെ കേട്ടു. അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവികമായിട്ട് കുഞ്ഞുങ്ങളെ നയിക്കുന്നത് മാതാപിതാക്കളുടെ വലിയ പിന്തുണയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കുന്ന ഈ മാതൃക അവരവരുടെ മാതാപിതാക്കളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും. ഷാജൻ്റെ അമ്മ അവരുടെ കൂടെയാണ് ഉള്ളത്. 89 വയസ്സായി. ഇവർ 2 പേരും ജോലിക്ക് പോകുന്നുണ്ട്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴും അമ്മയുടെ കാര്യത്തിൽ ഇവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വളരെ സ്നേഹത്തോടുകൂടി അമ്മയെ പരിപാലിക്കുകയും അമ്മയെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവരുടെ കുടുംബം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാതൃകയുടെയും കുടുംബമാണ് എന്നുള്ളത്. ദേവാലയത്തിൽ ഇടവകയിലേക്ക് വരുമ്പോൾ എല്ലാ ദിവസവും ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അതൊന്നും പരിഗണിക്കാതെ ഇവർ എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ഇവർ മുമ്പോട്ടുള്ള യാത്ര ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് പോവുകയാണ്. 2004 മെയ് 21 തുടങ്ങിയ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോവുക, അതുപോലെ തന്നെ ജപമാല മുടങ്ങാതെ 5 മണിക്കേറ്റ് ചെല്ലുക, അതുപോലെ തന്നെ അരമണിക്കൂർ ഡെയിലി വചനപാരായണം, ഇങ്ങനെ കൃത്യമായ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിക്കാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ വചനം എഴുതുക, എഴുതി ഒപ്പിടിച്ച് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. വീട്ടിൽ ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കുറുമ്പുകളൊക്കെ കാണിക്കുമ്പോൾ അപ്പോഴൊക്കെ അമ്മ ഞങ്ങളൊക്കെ തല്ലുകൂടുമ്പോൾ അപ്പോൾ അമ്മ ഞങ്ങളെ സ്തുതിപ്പിച്ച് ഞങ്ങളെ എപ്പോഴും ആ കലഹത്തിൽ നിന്ന് ഞങ്ങളെ സന്തോഷിക്കാനുള്ള ഒരു അനുഭൂതിയാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് ഒരു ധ്യാനം കൂടി ഇതിലൂടെ വചനം പഠിച്ച് ആ ദിവസം തന്നെ വചനം എഴുതി അപ്പനെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് കിടന്നുറങ്ങാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇതും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 2015 ഗവൺമെൻറ് സർവീസിൽ കയറുമ്പോൾ എനിക്ക് കിട്ടിയത് എംപ്ലോയ്മെൻറ്റ് വഴിയായിട്ട് ഒരു PTCM തസ്തികയായിരുന്നു. ജീവിത പങ്കാളിക്ക് സ്ഥിരമായി വരുമാനമില്ലാത്തതിനാൽ ഞങ്ങൾ ആ ജോലിയിൽ ഞങ്ങൾ പോകാൻ തീരുമാനിക്കുക. അന്നേരം അറിഞ്ഞു എനിക്ക് വൈകല്യത്തിൻ്റെ ഇതിൽ ഈ ജോലി ചെയ്യുക വളരെയധികം അസാധ്യമാണ്, ജോലി ഭാരം വളരെയധികം കൂടുതലാണ്. അപ്പോഴും ഞാൻ എൻ്റെ ഈശോയെ അള്ളിപ്പിടിക്കുകയായിരുന്നു. ജീവിതത്തിൽ ആ സഹനത്തിൻ്റെ സമയങ്ങളിൽ നന്നായി സ്കൂളിലെ കാര്യങ്ങൾ ചെയ്യണം, ശരിക്കും ജോലി ചെയ്യണം. എൻ്റെ വീട്ടിലാണെങ്കിൽ അധികം ഞാൻ ജോലി ചെയ്യാതെ ഒരുമാതിരി ശരാശരി ജോലി ചെയ്യാൻ എൻ്റെ കാലുകൾക്ക് ശക്തിയുള്ളൂ. ആ സമയം ഞാൻ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ആരംഭിച്ചു. എല്ലാ ദിവസവും സ്കൂളിൽ ചെയ്യേണ്ട പ്രവൃത്തി ഞാൻ പ്രാർത്ഥനയാക്കി മാറ്റി. ജീവിതത്തിലെ സഹനങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു വേദിയാക്കിയ സമയമായിരുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എൻ്റെ മോളുടെ കാലുകൾക്ക് ഈ ജോലി പോരാ, എന്നെക്കൊണ്ട് സാധിക്കണില്ല, ഞാനിനി എന്താ ചെയ്യാം? അപ്പോൾ ഞാൻ ഈശോയോട് പേഴ്സണൽ പ്രയർ ചെയ്യുമ്പോൾ പറയും, ഞാൻ ഇനി പഠിച്ചോട്ടെ ഈശോയെ എനിക്ക്. അപ്പം ഞാൻ TTC കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, മോളെ നീ B.Ed കഴിക്കും, B.Ed ചെയ്യാൻ പറഞ്ഞു. അപ്പം മാനുഷികമായ ദൃഷ്ടിയിൽ 4 മക്കൾ, ജീവിത പങ്കാളിയുടെ അമ്മയ്ക്ക് 89, ആൾക്ക് ഇങ്ങനെ ചെറിയ തോതിൽ ഓർമ്മക്കുറവിൻ്റെ അസ്വസ്ഥതകളൊക്കെ നന്നായിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിലേക്ക് ആൾ പോവില്ല. എന്നാലും ഈശോ എന്നോട് പറഞ്ഞു, മോളെ നീ B.Ed ചെയ്തോളാൻ പറഞ്ഞു. ആ സമയത്താണ് എനിക്ക് പ്രൊമോഷൻ ഉണ്ടായത്. അപ്പോൾ ഞാൻ പാർട്ട് ടൈം ജോലി ഫുൾ ടൈമിലേക്ക് എനിക്ക് പ്രൊമോഷൻ വന്ന സമയമാണ്. പ്രൊമോഷൻ വന്ന സമയത്ത് ഞാൻ B.Edന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കതിൽ നിന്ന് ഒരു റിപ്ലൈയും വന്നിട്ടുണ്ടായില്ല.
ആ സമയത്താണ് ഗവൺമെൻറ്റിൽ ഈ പാർട്ട് ടൈം എന്നുള്ള തസ്തികയിൽ നിന്ന് മാറി ഫുൾ ടൈം ആവാനായിട്ട്. സാമ്പത്തികമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാകുമ്പോൾ ഈ പ്രൊമോഷൻ ഞങ്ങൾക്ക് സാലറി ഇരട്ടിയായിരുന്നു. അങ്ങനെ എന്നെ പാർട്ട് ടൈം സ്കൂളിൽ നിന്ന് ഞാൻ ഫുൾ ടൈമിലേക്ക് പോകാനായിട്ട് അവിടേക്ക് ചെന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ പറഞ്ഞു, മോളെ നീ പ്രൊമോഷൻ എടുക്കരുതെന്ന്. ശരിക്കും എനിക്കറിയില്ലായിരുന്നു എന്തിനാണ് ഈശോ അത് പറഞ്ഞത്. അങ്ങനെ ഞാൻ അടുത്തുള്ള ജോയിൻ ചെയ്യാൻ പോയിൻ്റെ അടുത്തുള്ള പള്ളിയിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചു. അപ്പോഴും ഈശോ എന്നോട് പറയാം, മോളെ നീ ഈ പ്രൊമോഷൻ എടുക്കരുതെന്ന്. ഞാൻ തിരിച്ച് വണ്ടിയിലായിരിക്കുന്ന സമയത്ത് ജീവിത പങ്കാളിയോട് പറഞ്ഞു, എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊമോഷൻ എടുക്കരുതെന്ന്. അപ്പോൾ ആൾ പറഞ്ഞു, നിൻ്റെ എല്ലാ കാര്യത്തിലും നിനക്ക് വ്യക്തമായ ഓരോ തീരുമാനങ്ങളാണ്. ഞാൻ പറഞ്ഞു, അല്ല, എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട് എടുക്കരുതെന്ന്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഇടവക പള്ളിക്കുന്ന് പള്ളിയിലെ നിത്യാരാധന ചാപ്പലിൽ വീണ്ടും ഈശോയോട് ചോദിച്ചു, ഈശോയെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ഈശോയുടെ സ്വരം ഉള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റി, മോളെ ഇത് വേണ്ട, നോ തന്നെയാണ് ഈശോ ആൻസർ പറഞ്ഞത്. ഞാൻ കൂടുതൽ കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റിയോട് ഷെയർ ചെയ്തു, എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്നേരം ആൻറ്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ ദൈവം പറഞ്ഞു മോളോട് ഈ പ്രൊമോഷൻ എടുക്കണ്ടെന്ന്. ഞാൻ ആ സ്കൂളിലേക്ക് ഞാൻ വന്നു. പിന്നെ എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്തിനാണ് എന്നോട് പ്രൊമോഷൻ എടുക്കണ്ട എന്നത് ശക്തമായിട്ട് പറഞ്ഞതെന്ന് മനസ്സിലായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈശോയോട് പങ്കുവെച്ച ആ BEdന് എനിക്ക് അഡ്മിഷൻ കിട്ടി. സ്വർഗം താണിറങ്ങിയ സന്തോഷമായിരുന്നു എനിക്ക് ആ ദിവസം. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചു എനിക്ക് ഈശോ തരാൻ പോകുന്നു. ഞാൻ ഈശോയുടെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ആശ്രയിക്കുകയാണ്. ഈശോയെ 38ാമത്തെ വയസ്സിൽ ഞാൻ BEd പഠിക്കാൻ റെഗുലർ സ്റ്റുഡൻ്റായിട്ട് ഞാൻ ഗവൺമെൻറ് സീറ്റിൽ, അതാണ് ഏറ്റവും വലിയ അത്ഭുതമായത്, ഗവൺമെൻറ് സീറ്റിൽ മെറിറ്റോടുകൂടി ദൈവം എന്നെ പഠിപ്പിക്കാൻ പോയി. പിന്നെയുള്ളൊരു കാര്യം വളരെ സന്തോഷകരമായിരുന്നു. ഞാൻ 4 മക്കളേക്കാൾ ഉപരിയായിട്ട് പ്രായമായ ആ അമ്മയും മക്കളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് രാത്രി ഞങ്ങൾ വാട്സപ്പിലൂടെ സുഹൃത്തുക്കൾ വഴി ഞങ്ങൾ വാട്സപ്പ് പഠനം ആരംഭിക്കുക. എൻ്റെ അക്കാഡമിക് ഇയറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായ റിസൾട്ട് ദൈവം തന്നു. 89% BEdന് എനിക്ക് ദൈവം റിസൾട്ട് തന്നു. അന്നേരം ഞാൻ സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു. അപ്പോഴാണ് ഞാനൊരു വലിയൊരു കാര്യം എനിക്ക് മനസ്സിലായത്, എൻ്റെ ജോലിയിൽ നിന്ന് എനിക്കൊരു പ്രൊമോഷൻ സാധിക്കുകയില്ലെന്ന്. അന്നേരം എനിക്ക് വളരെയധികം ആശങ്കയായി. ഞാൻ അന്ന് രാത്രി ഈശോയോട് പറഞ്ഞു, ഈശോ എന്തിനാ നീ എന്നെ പഠിപ്പിച്ചേ? എനിക്ക് ഈ ഒരു സങ്കടം എനിക്ക് ആരോടും പറയാൻ സാധിക്കാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ജീവിത പങ്കാളിയോട് പോലും ഞാൻ ആ ഒരു വിഷമം ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയും ഞാനും മാത്രം അടങ്ങുന്ന ഈ സങ്കടം കൊണ്ട് നടക്കുമ്പോൾ ഒരു ദിവസം ഈശോ പറഞ്ഞു, മോളെ നീ നിൻ്റെ വികാരിയച്ഛനോട് ഈ സങ്കടം ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാറ്റീസം പഠിപ്പിക്കുന്ന അധ്യാപികയായ കാരണം ഒത്തിരിയേറെ വികാരിയച്ഛനോട് അടുപ്പുണ്ട്. അച്ഛനോട് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എനിക്ക് അച്ഛനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കണം. അന്നേരം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭാരമായി തീരുന്ന ആ വിഷമം ഞാൻ എൻ്റെ വികാരിയച്ഛനോട് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, മോളെ പല വഴി അടഞ്ഞാലും നിനക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കുന്നു. ശരിക്കും ദൈവം പറഞ്ഞ ഒരു ഫീലായിരുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഭാരം ദൈവം വളരെയധികം നീക്കിക്കളഞ്ഞു. അങ്ങനെ കൃത്യം 6 മാസത്തിന് ശേഷം ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഒഴിവ് വരികയും ആ ഒഴിവിലേക്ക് ഞാൻ ഒരു പരീക്ഷ എഴുതാം. അതും ദൈവം എന്നെ കൈപിടിച്ച് നടത്തിയതായിരുന്നു. 6 വേക്കൻസി ഉണ്ടായിരുന്നു. 6 പേര് പരീക്ഷ എഴുതി, 5 പേരെയും പിന്നിലാക്കി ഞാനെന്ന പാവം കുട്ടി പാസ്സായി. എനിക്കറിയില്ല ദൈവം എന്തിനാണ് എന്നെ കൈപിടിച്ച് നടത്തുന്നത്. അങ്ങനെ ഞാൻ കാലങ്ങളായിട്ട് ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വപ്നം കണ്ട അധ്യാപന ജീവിതം എനിക്ക് ഏറ്റവും ഞാൻ ഓരോ ദിവസം ഞാൻ ആ ഒരു അധ്യാപന ജീവിതത്തോട് ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. പുഷ്പ ടീച്ചർ ഞങ്ങളുടെ അധ്യാപക കുടുംബത്തിലെ ഒരംഗമാണ്. കുട്ടികളെ അവരുടെ ഒരു അധ്യാപിക എന്നതിനോടൊപ്പം തന്നെ അവരെ സ്വന്തം കുഞ്ഞുങ്ങളുടെ പോലെയാണ് ടീച്ചർ അവരെ പരിഗണിക്കുന്നത്. ഒരമ്മയെ പോലെ അവരോട് കാര്യങ്ങൾ
പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ ആയിട്ട് ടീച്ചർ ശ്രമിക്കാറുണ്ട്. ഞാൻ രാവിലെ കുഞ്ഞുങ്ങളെയും പാക്ക് ചെയ്ത് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിട്ട് 8:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 9 മണിക്ക് ഞാൻ ഈ സ്കൂളിലെത്തും. അരമണിക്കൂർ ഞാൻ എൻ്റെ ഈശോയുടെ കൂടെ ഇരുന്ന് പേഴ്സണൽ പ്രയർ ചെയ്യും. ഈ ലോകത്തിൽ എനിക്ക് കിട്ടാൻ പറ്റാത്തതിനേക്കാളും ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ അരമണിക്കൂർ ഞാൻ എൻ്റെ ഈശോയുടെ കൂടെ ഇരിക്കുന്നത്. അതെ, നമ്മൾ എന്തൊക്കെ ചോദിച്ചാലും എല്ലാം തരുന്ന ഒരു ദൈവം. പൂ ചോദിച്ചാൽ പൂന്തോട്ടം തരും. ഞാൻ പറയാം, ഓരോ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളിലും ദൈവം എന്നെ കൈപിടിച്ച് നടത്തുന്ന വലിയൊരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം കാണാൻ സാധിച്ചു. എനിക്കൊരു കാര്യം ഇപ്പോൾ ഓർമ്മ വരികയാണ്. ഞാൻ BEdന് പഠിക്കണ സമയത്ത് എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ മക്കളൊന്നിച്ച് പോവും. ആ സമയത്ത് കമ്മിറ്റ്മെൻറ്റോടു കൂടി ഞങ്ങൾക്ക് ടൂറ് പോകണം. അപ്പോൾ ഞങ്ങൾക്ക് ടൂറിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഒഴിവ് കഴിവില്ല. അപ്പോൾ തിരുവനന്തപുരം കന്യാകുമാരിയിലേക്കാണ് ഞങ്ങൾ ടൂറ് പോയത്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ദൈവമേ കുർബാന മുടങ്ങില്ല എന്ന്. അപ്പോൾ ഇവരെല്ലാവരും കളിയാക്കി, ഒരു ദിവസം കുർബാന മുടങ്ങിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, നീ വലിയ വിശുദ്ധിയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവമേ ഞങ്ങൾക്ക് ഇൻറ്റേർണൽ മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആഗ്രഹം ഞാനിങ്ങനെ പിരിപിരിയുന്നതിനെ എല്ലാവരോടും പറഞ്ഞ് അവർക്കൊരു അസ്വസ്ഥത പോലെ ഉണ്ടാക്കി. അപ്പോഴാണ് ഞങ്ങൾക്ക് കന്യാകുമാരിയിൽ സാന്റാ മരിയ എന്ന് പറഞ്ഞ ഒരു കോൺവെൻറ്റിലാണ് ഈ ഡോർമെട്രിക്ക് ദൈവം അവസരം ഒരുക്കിയത്. ഞങ്ങളൊരു 5:45 കന്യാകുമാരിയിൽ ആ ഡോർമെട്രിയിലെത്തി ഫ്രഷായി ഞങ്ങളെല്ലാവരും കൂടി സൂര്യോദയം കാണാനായിട്ട് കന്യാകുമാരിയിലേക്ക് പോയി. അപ്പം ഞങ്ങൾ ആദ്യം പോയത് ഒരു 3/4 മണിക്കൂർ നടന്നിട്ടാണ് സൂര്യോദയം കാണാൻ പോയത്. ഞങ്ങൾ 5:45 പോയി 6:45 വരെ അന്ന് സൂര്യനെ കാത്തിരുന്നു. എന്താ പറയുക, നിർഭാഗ്യമില്ല, എൻ്റെ വലിയൊരു ഭാഗ്യം അന്ന് സൂര്യൻ വന്നില്ല. പ്രിൻസിപ്പാൾ പറഞ്ഞു, ദൈവമേ സൂര്യനില്ലാത്ത കന്യാകുമാരി നമുക്ക് തിരിച്ചു പോകാൻ സമയമില്ല. അപ്പോൾ പ്രിൻസിപ്പാൾ എന്നോട് പറഞ്ഞു, അയ്യോ രാവിലെ പോകുന്ന വഴിക്ക് പുഷ്പത്തിനെ ഞങ്ങൾ നടത്തിച്ചു, ഇനി ഞങ്ങൾ നടത്തിക്കില്ല, കാലിന് വളരെ ബുദ്ധിമുട്ടോ. ടീച്ചർ ഒരു കാര്യം ചെയ്തോ, ഓട്ടോ പിടിച്ച് താമസിക്കുന്ന സ്ഥലത്തെത്തുക. അപ്പോൾ ഞാൻ വേഗം ഓട്ടോ പിടിച്ച് 2 കൂടെയുള്ള ടീച്ചേഴ്സിനെ കൂടി കയറ്റി ഓട്ടോയിൽ വന്നു. ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ആ ഡോർമെട്രി അവിടെ എത്തിയപ്പോൾ 2 സിസ്റ്റർമാരും ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ ഞാൻ വേഗം ആ സിസ്റ്റർമാരോട് ചോദിച്ചു, സിസ്റ്ററെ ഇവിടെ വിശുദ്ധ കുർബാനയുണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എല്ലാ ദിവസവും നേരത്തെ ആവേണ്ടതാ, ഇന്ന് കുമ്പസാരം കാരണം കുർബാന ഒരു 7:15 7:20 ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള 2 ആൾക്കാരോട് പറഞ്ഞു, അവർ കന്യാകുമാരി സൂര്യോദയം നടന്നവർ വരുമ്പോഴേക്കും ലാറ്റിൻ മാസമാണ്, കുർബാന കഴിയുകയും ചെയ്യും. അങ്ങനെ എനിക്കറിയില്ല, ആ യാത്രയിൽ പോലും ദൈവം എനിക്ക് കുർബാനയൊരുക്കി. എനിക്കറിയാം, നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചാലും വിശുദ്ധ കുർബാനയ്ക്ക് ഇന്ന് പലവിധ എന്താ പറയുക പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവം നമുക്ക് അനുകൂലമാക്കി തരുന്നു. തിരിച്ച് ഞാൻ വന്നപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ഒരുമാതിരി ചമ്മിപ്പിച്ചുകൊണ്ട് ഈശോയുടെ മോള് കുർബാന കണ്ടു. അപ്പോൾ ഇവർ പറഞ്ഞു, നീ എങ്ങനെയായാലും കുഞ്ഞാടിന് കുർബാന കിട്ടിയെന്ന്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ദൈവം ഓരോ സ്റ്റെപ്പിലും എന്നെ വഴി നടത്തിയത്. ഞങ്ങൾ ഒരു സുഹൃത്തുക്കളായിട്ട് പഠിക്കുമ്പോൾ ഞങ്ങൾ ചൊല്ലുന്ന ഒരു സങ്കീർത്തനുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഈ BEd എന്ന് പറഞ്ഞ കോട്ട ഞങ്ങൾ ചാടിക്കിടക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് പേരൊക്കെയും ഫാമിലി കൂടെ കടന്നു വന്ന ടീച്ചേഴ്സാണ്. അങ്ങനെ അവരെയും ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് ഈ ഒരു BEd കാലഘട്ടം എനിക്ക് സാധിച്ചു. എനിക്ക് ഓർക്കുന്നറിയാണ്, നമ്മൾ എത്തുന്നിടം ഒരു പുളിമാവായി തീരുക, മരണം വരെ ദൈവത്തിനോട് ചേർന്ന് ജീവിക്കുക, ജീവന് ഉള്ള തുറവിയുള്ള ഒരു കുടുംബമാക്കി മാറ്റാം, നിത്യജീവൻ ലക്ഷ്യം ആക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലും ദൈവവിളികളാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. അൾത്താരയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഞങ്ങളുടെ മക്കളെ വളർത്താനുള്ള ഞങ്ങളുടെ ദൃഢമായ തീരുമാനം ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ദൈവത്തിൻ്റെ കൃപ കൂടിയേ തീരൂ. അതുപോലെ തന്നെ വൈകിട്ട് മുടങ്ങാതെ ജപമാല ചൊല്ലുവാനും സ്തുതിപ്പ് നടത്താനും വചനം മുടങ്ങാതെ എഴുതാനും പഠിക്കാനുമൊക്കെ കാണാതെ പറയിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും
മറ്റുള്ളവരുടെ സഹനങ്ങളിൽ പങ്കുകാരാകുന്നതിലും വലിയ സമ്പത്തൊന്നും ഈ ഭൂമിയിൽ നമുക്ക് നേടാനില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളെ ആ ഒരു രീതിയിലുള്ള പാരൻറ്റിംഗ് ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സങ്കീർത്തനം 121 അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടെ നിന്റെ വലത്ത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടെ നിന്റെ ജീവൻ സംരക്ഷിക്കും. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അന്നിട്ട് തന്നെ എന്നെ വീട്ടിൽ നിന്ന് വീണ്ടും വിളിക്കുന്നുണ്ട് ആശുപത്രിയിൽ പോകാനൊക്കെ പറഞ്ഞ്. ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. എനിക്ക് പേടിയായി. ഞാനും പിള്ളേരും ഇരുന്ന് രാത്രിയിലെല്ലാം എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നേരം മാതാവിൻ്റെ കൊന്ത നടക്കുന്ന മാസമായിരുന്നു. അന്നേരം കൊന്തക്കെല്ലാം പിള്ളേരും ഞാനിവിടെ പോയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒന്നും വരില്ലേ. രണ്ടാമത് ചെല്ലുമ്പോൾ ഡോക്ടറെ കയറി കാണുമ്പോൾ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു, ഇത് ചെറിയ കാര്യമല്ലല്ലോ, പിള്ളേർക്കൊക്കെ എന്നാ പ്രായമുണ്ട് എന്ന് പറഞ്ഞു. പിള്ളേർക്ക് എന്നാ പ്രായമുണ്ട്, നമ്മൾ ഇത് കടന്ന സ്റ്റേജാണ്. ഇത് എവിടുന്നാണ് ഇതിൻ്റെ തുടക്കമൊന്നും അറിയത്തില്ല, രോഗമൊന്നും പറയുന്നില്ല, തുടക്കം എവിടുന്നാന്ന് കണ്ടുപിടിക്കും. ചാടി എഴുന്നിട്ട് അവിടെ മുട്ടയിൽ നിന്ന് വെച്ചാൽ കൈ രണ്ടും പൊക്കി പിടിച്ച് വെച്ചു, എൻ്റെ കർത്താവെ നീ എന്നെ തകർത്ത് കളഞ്ഞല്ലോ എന്ന് ഒറ്റ വിളി വിളിച്ചു.